ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണാണ്. അപ്പൊ ഈ ഓണം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓണാണ്. കാരണം എന്നാല് ഞാൻ കല്യാണം കഴിച്ചു ഗൈസ്. കാരണം കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ ഓണം. അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് ഓണങ്ങളിൽ നിങ്ങൾ ഓണം കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങള് മാത്രം, ഞാൻ, അമ്മ, മാളു, അപ്പു, അഭിമാമി, അപ്പ, അമ്മൂമ്മ, ഇതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞത്. മീനാക്ഷി ഉണ്ടെങ്കിൽ മീനാക്ഷി, അല്ലെങ്കിൽ മാളുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരത്ര മാത്രമാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് വിപുലീകരിച്ച്, അതായത് ഞങ്ങള് അംഗസംഖ്യകൾ ഞങ്ങൾ കൂടിപ്പോയി കൂട്ടിയതല്ല കൂടി. യെസ്, അങ്ങനെ ഇന്ന് നമ്മളെ രണ്ട് ഫാമിലിയും കൂടെ ഒരുമിച്ചുള്ള ഓണമാണ് ഇവിടെ. സോ ഗൈസ്, ലെറ്റ്സ് സീ ദ വീഡിയോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആണ്. ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. അവരിങ്ങനെ രാവിലെ 5 മണിക്ക് ഒരുങ്ങി വന്നതാണ് എന്ന് ഞാൻ പറയില്ല ഗൈസ്, ഇപ്പൊ വന്നതേ ഉള്ളൂ. അയ്യോ എന്ത് പെണ്ണുപിള്ളേ ഗൈസ്, നമ്മുടെ അഞ്ജന വാഴ. ഇവള് നമ്മളെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവർക്ക് സുവോളജിയിലായിരുന്നു ഒരു കണ്ണ്. കാരണം അവർക്ക് അന്ന് സുവോളജിയാണ് താല്പര്യം. ഇതവളെ ഹസ്ബൻഡ് സുവോളജിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഇതൊക്കെ ഞാൻ കാണിക്കാം ഗോകുലേട്ടെ. എനിക്കിതല്ല, അതാ ഇത് കേട്ടാ. ഹലോ, ഇത് അബിയുടെ ഫ്രണ്ട്സ് ആണ്. ആ കൊച്ചു പിള്ളേരെ കണ്ടാ പറയൂ ഇത് അവന്റെ കൂടെ പഠിക്കണേണെന്ന്. ഇവ മൂത്താപ്പ. ആദ്യത്തെ ചോദിക്കട്ടെ, അവര് പാപ്പൊക്കെ വാങ്ങിച്ചോണ്ടോ നമ്മക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ഓണം. എന്റെ സാരി പഴിയും. അബീര ചങ്ക്. എടാ പറയടാ, ആക്റ്റീവ് വീഡിയോയിലൊക്കെ പറഞ്ഞു വെച്ചേക്കണ. അബി വേണ്ടല്ലേ പരിപാടിക്ക്? അതെ, നിങ്ങൾ ഒരുമിച്ചുള്ളതാണല്ലേ. ഇത് അബിന് വേറൊരു ഫ്രണ്ട് നിവിൻ. പിന്നെ ഇവിടെ ഒടിയന്റെ ഒരു സാന്നിധ്യം നമ്മൾ കാണിക്കുന്നില്ല, കാരണം പിറകിലോട്ട് ഓടിക്കളയും എന്ന് പറഞ്ഞ രണ്ടാമത്തേന്. അപ്പൊ അയാൾ എവിടെയെന്ന് ഗേൾ ഫാൻസുകൾ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴേ പറയാണ്, ഒടിയൻ ഇവിടെ ഒടിവിദ്യകളുമായിട്ട് നടപ്പുണ്ട്. ഇനിയും കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അത്തപ്പൂ ഇട്ടാലോ ചേട്ടാ? നമ്മളെ കല ഇപ്പൊ തെളിയിക്കണം. അക്കുവും അപ്പുവും കൂടെ, ഒടിയനും അക്കു എന്നുള്ള പേരിനി ഇല്ല, ഒടിയനും അപ്പുവും കൂടെ ഓൾറെഡി ഇന്നലെ 2-3 തവണ മായ്ക്കുന്നു വരയ്ക്കുന്നു കുരിശിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അവനല്ല, പുതിയ ഡിസൈനുകള് പരീക്ഷിച്ചു നോക്കിയതാണ്, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. അതാണ് പ്രശ്നം. എടി, ഞാൻ അവസാനം നോക്കിയപ്പോ ഇവര് ബുക്ക് എടുത്ത് വരച്ച് പഠിക്കണം. ക്രോസ് പഠിക്കണം അല്ല. അയ്യോ, അതിന് മുമ്പ് നമ്മളെ 3 പിള്ളേരുണ്ട്. അവർക്ക് ഓണ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഓണക്കോടി ഇട്ട് നിർത്തണം. പിന്നെന്താ നമ്മൾ ആദ്യത്തെ പരിപാടി ഒരു ഓടിയേ. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയണത് എന്താ, ഇത് മീശോടാ. നമ്മള് ഇവിടെ അതാ ഫുള്ള് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയാണ് നമ്മൾ, ഇതാണ് നമ്മളെ അത്തപ്പൂക്കളം. ഇവിടെയാണ് ഡിസൈൻ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഞെട്ടരുത്. ആരും അങ്ങനെ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല, പക്ഷെ കൂടുതലും സൂപ്പർ ആയിരിക്കും. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല, കാരണം ഇന്നലെ ഇവര് അക്കും, എനിക്ക് കഴിവില്ല. അപ്പൊ അപ്പവും കൂടെ വരയ്ക്കുന്നു മായ്ക്കുന്നു പരസ്പരം കുറച്ചേരം ചിരിക്കുന്നു. പിന്നെ ഒരു ബുക്ക് എടുത്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ അത്തം ഫുള്ള് ഗണിതമാണ്, ഗണിതപരമായ കുറച്ച് സാധനങ്ങൾ. എന്നിട്ട് അപ്പൂനെ കൂടെ അല്ലേ ചെയ്തത്? ഗണിതപരമായതുകൊണ്ട് മാത്രം നമുക്ക് ഇനിയിപ്പം അത്തപ്പൂടൽ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും നമ്മളെന്താ വെച്ചാല് വേറെ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടി ജസ്റ്റ് നമ്മൾ ഓണം എല്ലാവരുമായിട്ടും എൻജോയ് ചെയ്യുക. കാരണം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഓണമാണ്. നമ്മളെ ഫസ്റ്റ് ഓണമാണ്. ഞങ്ങോട്ട് എല്ലാ ഓണങ്ങളും അടിപൊളിയാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഈ കമ്മിറ്റിയുടെ സഹകരണം എങ്ങനെയാണെന്നനുസരിച്ചാണ് നമ്മൾ ഇതിൽ വിലയിരുത്തി അടുത്ത വർഷത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മളെ എല്ലാവർക്കും ഓണക്കോടി എടുത്ത സമയത്ത് കിങ്ങിണിക്കും അച്ചുവിനും കിങ്ങിണിയുടെ കാണിച്ചു കൊടുക്കും. കിങ്ങിണിക്കുള്ള ഫ്രോക്ക് എങ്ങനെയുണ്ട് നോക്കണം. കിങ്ങിണിക്ക് അച്ചുവിന് പോളോയ്ക്ക് ഗൈസ് അതേ കണക്കത്തൊരു യമഹണ്ടൻ മുണ്ടി ഷർട്ടും കിട്ടാത്തോണ്ട് എൻജോയ് സമ്മർ. പാവപ്പെട്ടത്, കാരണം അവൻ ഇനി ഇറക്കൂല ഗൈസ്. എങ്കിൽ എല്ലാമേ
സീന നശിപ്പിക്കാൻ മാത്രം എല്ലാരെയും കടിച്ചു പറിക്കും. ആദ്യം തന്നെ അഞ്ചനെ കടിക്കും. അഞ്ചനക്ക് ഇന്നലെ ഒരു നോട്ടമുണ്ട്, നല്ലൊരു പെൺകുട്ടിന്ന്. ഓക്കെ, നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അച്ചോ കിങ്ങിണി നമ്മൾ ഓനപ്പൊടിയിട്ട് നമ്മള് പാടും കൂപ്പി ഓണോന്ന്. ഇതാണ് ഇവരെ ഓണക്കോടി. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പ കിടന്ന ടൈപ്പാണ്. നമ്മളെ ഓൾറെഡി ഗൈസ് ഇന്നലെ എല്ലാം നമ്മൾ ഇരുത്ത് ഓൾറെഡി എല്ലാം ഇതുണ്ടല്ല. വാടാമുല്ല വളരെ കുറവാണ്, നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചോപ്പിങ് ഇതിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്ത് എന്താണെന്നറിയോ, അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടേ അരച്ചെടുത്ത് ചോപ്പിങ് ഇതിനകത്തിട്ട്. മക്കളെ ബാക്കിയുണ്ടടാ, വെള്ളപ്പൂവൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇട്ട് മുന്നേറാം. പോവാം. നന്മ ബുദ്ധിയുള്ളവർ പറയണല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമുക്കേ ഓറഞ്ചല്ലേ കൂടുതൽ, നമുക്ക് ഫുള്ള് ഓറഞ്ച് ഇടാം. എന്റെ ഔട്ട്ലൈൻ ഇട്ടിട്ട് ബാക്കി കളർ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇത് 3 ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കണ്ട. ബാക്കിയുള്ള പെണ്ണുങ്ങൾ നേരെ വെളുത്തപ്പൻ 6 മണി വരെ കഴിച്ച് ഇവിടെ ഉള്ളവർ 6 മണി മുതൽ ഇവരെല്ലാരും ഒരുങ്ങണയാണ്. എന്തരാണെന്ന് വെച്ചാൽ കാപ്പി കുടിച്ചാ ഓണക്കോടി എങ്ങനെയുണ്ട് വരാ കിങ്ങിണിയിലേക്ക്? കിങ്ങിണി കിങ്ങിണി എന്റെ മുത്തശ്ശി ഇത് കൊച്ചവളെ ഉടുപ്പിന്റെ തോന്നാണ് അങ്ങനെ തോന്നുന്നത്. കൊച്ചുകൊണ്ടാണ് നീ എവിടെ പിന്നെ കുത്തിയത് അവക്ക്? ഞാൻ കുത്തിയില്ല. ഇപ്പൊ അവിടെ നേരത്തെ കൊത്തു കയറിയല്ല. ഓ നേരിയ സാരി തന്നെ. ഞാൻ ഇല്ല നേരിയ സാരി അല്ല, നിങ്ങളെല്ലാരും നേരിയ സാരി. വരണ അത്തപ്പ ഇവിടെ അവിടെ കസേര ഉണ്ട്. ചേട്ടൻ അല്ലേ ഇല്ലാടി തന്നെ. അവൻ പാടും നന്നായിട്ട്. ഓണത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു പാട്ട് പാടും. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. ഹാപ്പിയാണോ അച്ഛാ? അടിപൊളി. ഓണൊക്കെ ഔട്ട്ഫിറ്റ് പറ്റി വാങ്ങാശി. ഇത് കണ്ട, ഇത് ആരും നോക്കിയാണ് ചേച്ചി കണ്ടില്ലല്ലോ. ഇത് കണ്ടാ
കേട്ടാ. നമ്മൾ ആക്ച്വലി ചെറിയ അത്തം പ്ലാൻ ചെയ്ത്, പക്ഷേ ഗോകുലു ഏട്ടനും അഞ്ജനും എല്ലാവരും കൂടെ അത്രയും വലിയ അത്താക്കിയതാണ്. സത്യം പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് അത്തം ഇട്ട് കുറേയൊക്കെ സഹായിച്ചവരാണ്. വരണം, നിങ്ങൾ ഓരോരുത്തരായിട്ട് വരണം. ഹരിത, കാട് ഹരിത വരണം. നമ്മള് വരണുണ്ട്, അപ്പോൾ വരണുണ്ട്. ഇവന്റ് ഓണർ നന്ദന, ഫയർ ഗേൾ അനാമിക, വരൂ. അമ്മയ്ക്ക് സ്കൂറി, ശ്രദ്ധയില്ലാത്ത ശ്രദ്ധ. വരൂ. നമ്മുടെ കൂട്ടത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഇനി ഭയങ്കര ഒരു കാർണോ ഒരു വൈബാണ് ഹുസൈൻ. അപ്പൊ ഇവരെല്ലാവരുടെ ചേർന്ന് അത്തോട്ട് നിങ്ങൾ വിചാരിക്കരുത്. ആകെ ഉണ്ടായിരുന്നു ഈ പെണ്ണുങ്ങൾ രാവിലെ 6 മണിയിൽ കുറെ തുണികളുമായിട്ട് കയറിയതാണ്. ഇപ്പോഴും 12 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഒരു പരിപാടി. അപ്പൊ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ അത്തമൊക്കെ ഇട്ട് നമ്മൾ ഇനിയിപ്പം ഇത് തുടങ്ങാൻ പോണ്, ഓണം ഗെയിം. അപ്പൊ ആദ്യം എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ ഓണം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ. നമ്മുടെ തനതായ ഗെയിമാണ് നമ്മൾ കളിക്കണത്. എല്ലാവർക്കും തോന്നും പഴഞ്ചൻ ഗെയിമാണെന്ന്. പക്ഷെ ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ടുള്ള ഒരാളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ളത് മറ്റേ ഫോട്ടോയില് പൊട്ട് വെക്കുന്നതിലെ കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ റിയൽ ആയിട്ട് ഒരു സുന്ദരിയെ വിളിച്ച് ഇരുത്തി ഒരൊറ്റ ഇതേ ഉള്ളു. ഇങ്ങനെ ഇത് അങ്ങനെയില്ല. ഇങ്ങനെ തൊട്ടാതി, എവിടെയാണ് തൊട്ടാതി അവിടെ ഒരാൾ കൊണ്ടുവന്ന് പൊട്ടൊട്ടിക്കും. അത്രേ ഉള്ളു, അത് പോരെ. അപ്പൊ നമ്മളെ ഈ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയും സൽസ്വഭാവിയും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നതുമായ സുന്ദരി ഹരിതയെ ഞങ്ങൾ ഇതിലോട്ട് സ്വാഗതം ചെയ്യുക. ഇതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ സുന്ദരി, കറക്റ്റ് സുന്ദരി ഹരിതയാണ്. അപ്പൊ എവക്കാണ് നമ്മള് ഇല്ല, അവൾക്ക് ടെൻഷൻ. അവള് ക്യാമറ ചെയ്യുമ്പോ അവിടെ ഇങ്ങനെ നിൽക്കില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ എവക്കാണ് നമ്മളെല്ലാരും പൊട്ടുവിടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വേറൊരു പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചാൽ വെച്ചാൽ സാധനം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊട്ട് കടാൻ ചോദിക്കാൻ പോണത്. അമ്മ പൊട്ട് വരൂ. ഇതേ ഉള്ളു വലുത്. തിരിച്ചേ പൊട്ടല്ലേ? വേറെ പൊട്ടുണ്ട്. കൊച്ചുകൾ കളിക്കല്ലേ? നമുക്ക് ആദ്യം ഇതില് കാശി ബാ കാശി 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 കണ്ണു കെട്ടിക്കൂടാവനെ. മറ്റു സാധനം എവിടെ? ഞാൻ തന്നു. കാണാമോ? ഇതാ 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 6 വിരലുള്ളത്. ഓക്കെ അല്ല, ചെവി പ്രശ്നം എന്താ ഞാൻ പൊട്ട് വെച്ച് തരാം. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ. അങ്ങനെ പിടിച്ചിട്ട് എവിടെ കൊണ്ടുവച്ചു കൊടുക്കും? അങ്ങനെ തന്നെ. എല്ലാരും അവനെ ഒന്ന് നേരെ ഇവിടെ ഓക്കെ. അടുത്ത ആള് വന്നിട്ട് നമുക്ക് നിവിനെ വിളിക്കാം. വാ വാ വാ. അടുത്ത അബി.
പാവ കാണാൻ പറ്റിയിട്ട് മണ്ടന പോലെ നേരത്തെ കാണായിരുന്നു ഇപ്പൊ അങ്ങനത്തെ സൈഡ് കസേര ആ സൈഡ് കിട്ടി ആവശ്യമൊന്നുമില്ല. എവിടാ മൊത്തം അതല്ല ഒരൊറ്റ വെച്ച് അതാണ് ആവശ്യമില്ല. വാ തുറക്കരുത്, മനസ്സിലായി? കൊറേ കെട്ടിട്ട് പല്ലിനകത്ത് കൊടിക്ക് ചേച്ചി വാ. ആ ഓക്കെ നേരെ അങ്ങോട്ട് ചേച്ചി പിള്ളേരെ കൈയടിക്കും. സൂപ്പർ സൂപ്പർ മതി 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 ഗോകുലിനെ വിളിക്കാം. അപ്പൊ അഞ്ജനയുടെ ഹസ്ബൻഡാണ്. അപ്പൊ എന്തായാലും കള്ളത്തരങ്ങൾ എല്ലാം ഉണ്ടോ. അപ്പൊ എന്തായാലും ഇറുക്കി കെട്ടിക്കോ. അടുത്തതായി സുന്ദരിക്ക് പൊട്ടുകുത്താൻ വേണ്ടി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഗോകുലേട്ടൻ. സംഗതിയൊക്കെ പിടിക്കണം. ഗോകുൽ ചേട്ടൻ വിജയിച്ചിരിക്കുന്നു. ഇനി ഈ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കൈവെക്കണം. ഇനി മാളുവിന്റെ എന്റെ അനിയത്തിയുടെ ഫ്രണ്ട്സായ കുറച്ച് വെരിക്ക് ഗ്യാങ്ങുകളും ഫ്രണ്ട്സുകളുണ്ട്. അവരെ വിളിക്കാം. അതിൽ നന്ദന, നല്ല ഇറക്കി കെട്ടേ പൊട്ടോ. ഞാൻ സത്യസന്ധമുള്ള ചേച്ചി നോക്ക്. നേരെ ഹരിതൊന്ന് സൗണ്ട് ഉണ്ടാക്കോ പ്ലീസ്. ഇനി ഫയർ ഗേൾ അനാമിക. കള്ളം പറയാം. ഇല്ല, എനിക്ക് താഴെ കുറച്ച് കാണാം. അതാണ് മറ്റേത് വെച്ചിട്ട് കെട്ടാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ കാണാം. മാളിന്റെ കൂട്ടത്തിൽ എല്ലാം കള്ളികളാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ സത്യസന്ധത. ഹരിത, നിനക്ക് ഞാനേ ഉള്ളൂ. അല്ല, ഇതേതോ എന്റിലെത്തി. അല്ല, ഇത് ആരും ചേറ് കിട്ടി.
വായ്പേ ആ ഒറ്റ വായ്പേ ഉള്ളൂ. ഹരിതേ മോൻ തിരിക്കല്ലേ. ഏതാ ഹുസൈൻ മൊരട്ട ഹുസൈൻ വരണം. അവിടെ അങ്ങനെ നടന്നു വാ. അല്ല എന്നെ നടന്നു വാ. ഓരോ അടിപൊളിയാക്കി വെച്ചോണ്ട് ഹുസൈന്റെ പോക്ക്. ചുവടുകളെല്ലാം അറിയാം. നീ ഇപ്പൊ അപ്പം കളിക്കോ? ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കുന്നു. ഇത് ഗംഗ ചേച്ചിയല്ലേ? നിങ്ങൾ എന്തിനാ കോഡുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കിതാണ് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ ഈ ഗെയിമിലെ വിന്നറായിട്ട് മാറിയത് നമ്മുടെ ടീമിലെ ഗോകുൽ ചേട്ടൻ. യെസ്, ഗോകുൽ ചേട്ടനാണ് ഇതിന്റെ winner. പരിപാടി കഴിഞ്ഞു പോകുമ്പോ പ്രൈസ് കൊടുക്കുന്നതാണ്. പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ഗെയിമാണ്. ഈ ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ 2 ടീമായിട്ട് തിരിച്ചിട്ടാണ് ഗെയിം. സോ നമുക്ക് ടീം തിരിക്കാം. എല്ലാരും ഉണ്ടേ? വേണ്ട, 1 to 1 പറഞ്ഞാൽ മതി. ആ ഓക്കെ, കൗണ്ട്. വിളിച്ചോ. 1 2 1 2 1 2 2 അപ്പൊ വിളിയടാ. 2 1 2 1 1 1 അമ്മ 2 അമ്മ 2. ഗെയിം ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. ആപ്പിൾ വെച്ചിട്ടാണ് ഗെയിം. അപ്പം ആദ്യം ഇപ്പം 1 to 1 2 ആയിട്ട് തിരിച്ചില്ലേ? 1 ഒരു സൈഡിൽ പോവാ, 2 ഒരു സൈഡിൽ പോവാ. അപ്പൊ നിങ്ങൾ രണ്ട് ടീമാണ്. രണ്ട് ടീം, രണ്ടുപേരും വരിവരിയായിട്ട് നിൽക്കണം. ആദ്യം ആരാണ് ആപ്പിൾ അവസാനത്തെ ആളിലോട്ട് എത്തിക്കോ അവര് ജയിക്കും. അവര് ടീം ജയിക്കും. കടിച്ചല്ല, കാണിച്ചു തരാം. ഇങ്ങനെ ശ്രദ്ധിച്ചോ, ആപ്പിൾ ഇങ്ങനെ വെക്കും. ആപ്പിൾ ഇവിടെ വെക്കും, ഇവിടെ നടക്കണം. ഇവിടെ നടത്ത് അടുത്ത ആളെ കൊടുത്ത് അവസാനത്തെ ആളെ കൊടുക്കണം. ഫൗള്. ആദ്യം ആര് അവസാനത്തെ ആളിൽ എത്തിക്കോ അത് ജയിക്കും. ഓക്കെ, അപ്പൊ 1 അല്ല ഇവിടെ വാ, 2 അല്ല ഇവിടെ വാ. നേരം ഇങ്ങനെ നിൽക്കും. 1 അല്ല ഇവിടെ വാ, 2 അല്ല ഇവിടെ വാ. സോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ഇതാ 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 നിങ്ങളല്ലേ? 2. അപ്പൊ ഇത് 1ഉം ഇത് 2ഉം. അപ്പൊ എല്ലാവർക്കും അവിടെ ആപ്പിളില്ല. 2 ഗ്രൂപ്പിന്റെയും ആപ്പിളുണ്ട്. ഇവിടെ നിന്ന് ഇവര് സ്റ്റാർട്ട് ചെയ്യും. ആരാണോ ഫസ്റ്റ് ആദ്യം ആപ്പിൾ അവിടെ എൻഡിലുള്ള ആളെയിൽ എത്തിക്കുന്നത് അവര് ജയിക്കും. അവർക്കാണ് സമ്മാനം. അല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അനാമികയുടെ കഴുത്തിരിക്കും, അത് മാളു എടുക്കണം. മാളുവിന്റെ എസ് എടുക്കണം. എടുക്കാനല്ല, കഴുത്ത് വെച്ചെടുക്കണം. അമ്മ കടിച്ചൊന്നും എടുക്കരുത്. അമ്മ എടുത്ത് അബിക്ക് എടുക്കണം, അബി എടുത്ത് അഞ്ജനയ്ക്ക് എടുക്കണം. ഓക്കെ, ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ടീം ഇതാക്കാം, നമുക്കൂടെ കളിക്കാം. നമ്മൾ ഒന്നേ തുടങ്ങാൻ വേണ്ടിട്ട് പോവാണേ. ഇനി ഗേൾസ് വേഴ്സസ് ബോയ്സ് ടീമാണ്. അവര് ബോയ്സ് എല്ലാരും ഉണ്ട്, നമ്മള് ഗേൾസ് എല്ലാരും ഉണ്ട്. ബോയ്സ് ഒന്നും അത്ര സംസാരങ്ങളുടെ എനർജി ഇല്ല, കളിയിലൊന്നും ആയിക്കോ. എടുത്തോ ഇങ്ങനെ എടുത്തോ. കിട്ടി
ഞങ്ങൾ പെൺപടകളാണ് ജയിച്ചേക്കണത്. അങ്ങനെ ഇതിൽ ആണുങ്ങൾ വളരെ വിദഗ്ധമായി തോറ്റ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വിജയം എൻജോയ് ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ഗെയിം നമ്മൾ ജയിക്കും. ഇത് ജയിക്കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടോളൂ. അങ്ങനെ തോറ്റ ഇനി വാശിയുടെ കളി. സോ ഇനി നമുക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ഇനി ലെവൽ ഇങ്ങനെ കൂടെയാണ്. ലെവൽ കൂട്ടി നമുക്ക് ബഹളം തുടങ്ങാം. നമ്മളിതാ ഓണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ബഹളങ്ങളും ഇതൊക്കെ നമുക്കിനി വിളമ്പാം. കാരണം ഒരു പന്തി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പന്തിയിൽ നമ്മൾ വിളമ്പുകാരെല്ലാം കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് സംസാരിക്കാൻ വയ്യ, കഴിച്ചിട്ട് വരാം. പറ്റൂല, നല്ല വിശപ്പ്. ബൈ. ഉണ്ടാ ക്ഷീണം ആർക്കായാലും കാണുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയും നേരം ക്ഷീണം. ഞങ്ങളൊരു അരമണിക്കൂർ ബ്രേക്ക് ഒക്കെ എടുത്ത് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം ഇതാ അടുത്ത ഗെയിം തുടങ്ങി. ഇവിടുത്തെ ബഹളം കേൾക്കുമ്പോഴേ മനസ്സിലായില്ല. നമ്മൾ അടുത്ത ഗെയിം തുടങ്ങി. അടുത്ത ഗെയിമാണ്. ഇതാ എല്ലാവരും റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. കാണിക്കും നമ്മുടെ സാറുതാ. എല്ലാരും റെഡിയാണെന്നാ? അയ്യോ എന്തൊരു പോയത്. അങ്ങനെ തന്നെ. കണ്ട അങ്ങനെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഗെയിമാണ്. ഇതും കണ്ണ് കെട്ടിയാണ് കളി. അപ്പൊ ആദ്യം പറഞ്ഞുതരാം. ഒരു ടീമിൽ 2 പേര്. അങ്ങനെ ടീം തെരഞ്ഞെടുത്തതിന് ശേഷം ഒരാൾ ഇവിടെ ഇരിക്കും. എന്നിട്ട് അയാളെ കണ്ണ് കെട്ടും. രണ്ടുപേരെയും കണ്ണ് കെട്ടും. ഇത് ടീമിലെ അടുത്ത മെമ്പറാണ്. ഞാനും കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് നമ്മളൊരു സാധനം കഴിത്തരും. അത് അവരെ കൊണ്ട് കഴിപ്പിക്കണം. പരസ്പരം കഴിപ്പിക്കണോ? അല്ല, ഈ ഇരിക്കണ ആൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. ഫീഡ് ചെയ്യണം. ഇവിടെ ഇരിക്കല്ലേ, അപ്പൂന് ഞാൻ കണ്ണ് കെട്ടിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കുമെന്ന്. ഓ കണ്ണ് കെട്ടി കൊടുക്കണം. കൊടുത്താ മതി. ഇവിടെ നിന്ന് കൊണ്ടുവരണം. ഫുഡ് കൊടുക്കണം. പക്ഷെ 2 പേരും കെട്ടുവന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് അല്ലേ, അങ്ങനെയല്ലേ പറയണ? മാമി മകളുള്ളതുകൊണ്ട് വലിക്കാൻ വയ്യ. മാമി കാണാമെങ്കിലും ഒന്നും മിണ്ടില്ല. അമ്മയ്ക്ക് ഇല്ല എന്നാലും നമ്മൾ വിശ്വസിക്കൂല. കെട്ടിക്കോ അമ്മയ്ക്ക് സ്കൂറി കണക്ക് മാമി ഇരിക്കണം. മാമി നമ്മൾ ഇരുത്താം. വരൂ. താലന്തമനം ഇനി കെട്ടണോ? അത് അമ്മയ്ക്ക് ഇട്ട് ശ്വാസം കൊടുക്കണേ. അക്കു വേണമെങ്കിൽ എവിടെ വേറെ തോർത്തുകൾ വാങ്ങാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് വയ്ക്കുമല്ലോ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ബോധവും കൂടി നമ്മൾ ഇത് നീർക്ക് നല്ല ഇറക്കപ്പെട്ട ചത്തു. അവർക്ക് കാണാം. കുറച്ച് പഞ്ഞി നരിയമ്മ തൊലിച്ച് തന്നിട്ടുണ്ട്. മാമി മാത്രം കൊണ്ടിരിക്കണെങ്കിലേ കിട്ടുള്ളൂ. അമ്മ ഇടത്തെ കൈ ഇവിടെ ഉപദ്രവിക്കാൻ പറ്റില്ല. കൈ നിങ്ങളെ കഴിവ്. എന്താ അടുത്തെത്തിയിട്ടുണ്ട്, കൊടുത്തോ? അമ്മ ഫൗളേ പറ്റൂലേ അമ്മ. കസേര ഉണ്ടല്ലോ, കസേര ഇല്ല. കടവയല്ലേ ഒട്ടപ്പാമടി. ഇത് എന്തിനാവാദിക്കണ
മാമി കുറെ നേരമായിട്ട് കാറ്റ് മാത്രം അക്കുനെ പോലെ കാറ്റ് മാത്രം. മാളു അനാമി ഹരിതേ വാ. ഞാൻ കെട്ടാ ഗൗരി കഴിക്കട്ടെ പാവം. വേണ്ട നീ മാളു ഇരി. എന്റെ ഉദ്ദേശിച്ച് മനസ്സിലാക്കി അപ്പൊ എന്റെ കള്ളികളാണ് എന്റെ കള്ളികൾ. അല്ല അവർക്കാണ് വെക്കേണ്ടത്. ആദ്യം മണം തരേ. അപ്പൊ നല്ല കെട്ടാ നമുക്ക് നല്ല പൂവില്ല. ഇല്ല. ഓ ഇവിടെ കാണാം കണ്ണ് തുറന്നു വെച്ചേക്കില്ല കൃഷ്ണവാണി ഇരിക്കണ തുണി എന്ത് ഒന്നാ ഇല്ല 2 വിജയ് വായി തന്നെ ഒന്നും കണ്ടോടാ എടി അവിടെ വണ്ടി എന്റെ സ്ട്രൈറ്റ് വന്നിട്ട് പോടി അമ്മ സത്യം എനിക്ക് ഒന്നും കണ്ടു കാണണ്ട. അതിനാണ് കെട്ടിയത് വണ്ടി ചോദ്യം എത്രയും ചോദ്യം 2 അതെ ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. കറക്കണ്ടേ? ആ ഫ്രൂട്ട് എടുക്കണം. പഴന്താ എവിടെയാണ് പയ്യ സ്റ്റാർട്ട് പറയട്ടെ. സ്റ്റാർട്ട്. അപ്പൊ ഇത് വേണ്ട സൗണ്ട് ഇട്ട് ബഹളം വെക്കണ്ട. അവള് സിഗ്നൽ കൊടുക്കണ്ട. എനിക്കത് മനസ്സിലാവും. സൗണ്ടില്ല. മ്യൂട്ട് ആണ് മ്യൂട്ട്. നീ തന്നെ മണ്ടപ്പനെ പോലെ ഇരിക്കാൻ വാടാ. അവന്റെ മുടി വെച്ച് ഞാൻ കണ്ടു കെട്ടിക്കളാം. അപ്പൊ ഇവനൊക്കെ അറിയാൻ പറ്റും. ഇത്ര നേരം മതി. അല്ല ചെവി ഇവിടെ കടിച്ചങ്ങോട്ട് തിന്നണം. തിന്നെ നീ കടിച്ചത് ഇത് തിന്നണം. എല്ലാരും ജയിക്കണം. എന്റെ ഒരു വിഷമം. ഒറ്റ ഇത് എല്ലാരും ഒരച്ചൊരച്ച് വായിക്കാത്തവരെ കൊണ്ടുപോകും. ഇനി ഞാനും ഒപ്പം. ആർക്ക് നാറ്റമുള്ള തുണിയാണ്? നാറ്റമുള്ള എനിക്ക് നല്ല എന്റെ തുണിയാണ്. നോക്ക് ഇത് നാറ്റമുള്ള ശ്വാസം മുട്ടുന്നു. എനിക്ക് വല്ല സ്കിൻ ഡിസീസ് വരുന്നുണ്ട്. കാണണല്ലടാ. റെഡിയാ? നേരെ തന്നെ നടത്തിയ നേരെ തന്നെ നടത്തിയെന്ന്. ഓക്കെ റെഡി സപ്പോർട്ട്. ചേട്ടാ പല്ല് വെച്ച് സൗണ്ട്. ഞങ്ങള് ജയിച്ച്. നമ്മളല്ലേ എടുത്തിട്ട് ഗെയിമിൽ ജയിച്ചാ.
ആരിതില് ചെയ്യുന്നു ഇനിയുണ്ട്. അമ്മാരുണ്ട്. അപ്പൂട്ടോ കുറച്ചുകൂടി ഒതുക്കി കെട്ടിക്കോളൂ. നൈസ്. ഈ കൂട്ടത്തിൽ എല്ലാരും കാണണമെങ്കിൽ പറയൂല, ഒരാളും പറയൂല. ആരുടെയൊക്കെ ഭയങ്കര അഭിനയം കണ്ട് കാണാമെങ്കിൽ ഇത് റെഡി ഇങ്ങനെ നിക്കും. ഇപ്പൊ കാണാൻ പറഞ്ഞവന് കാണാൻ. ഓക്കെ, അവരെ ഫ്രണ്ട്സ് ആണേ. വാ, നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. അവന്റെ കവാലത്തിലൊക്കെ അടിച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. ഈ കളിയിൽ വിന്നർ ഗ്ലാമി ഗംഗാൻ ഹസ്ബൻഡ്. അടുത്ത ഗെയിമാണ്. ഇനി ഒരു ഗെയിം കൂടെ ഉള്ളൂ. അടുത്ത ഗെയിം എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അച്ഛനും കളിക്കണേ. ലാസ്റ്റ് ഗെയിം എല്ലാരും കളിക്കണം. ഇത് ടീമായിട്ടാണേ. ഇത് നേരത്തെ പോലെ നമുക്ക് ആമ്പിള്ളേരും പെമ്പിള്ളേരും വെക്കണം. മിക്സ് വെക്കാം അല്ലേ? മിക്സ് വെക്കാം. 1 to 1 2 ഗ്രൂപ്പായിട്ട് അമ്മ ഇതിൽ കളിക്കാം. ഒത്തിരി കളിക്കാം. ഒരെണ്ണത്തിൽ കളിക്കാം അമ്മ. എല്ലാരും കളിക്കാം. ലാസ്റ്റ് ഒരെണ്ണത്തിൽ എല്ലാവർക്കും കൂടെ കളിക്കാം. പൗഡർ ഇട്ട് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? വേറൊരു കാർഡ് വെച്ച് അതിൽ നിന്ന് തോണ്ടി അടുത്ത് അപ്പുറത്ത് കൊടുത്ത് പോണം. തട്ടി കൊടുക്കണം. അതായത് ഏറ്റവും കൂടുതൽ തട്ടി കൊടുക്കണം. അവസാനം കൊണ്ടുവരുമ്പോ ഏറ്റവും കൂടുതൽ ഏത് പൊടിയുണ്ട് അവര് ജയിക്കും. ആ ടീമാണ് ജയിക്കണത്. അപ്പൊ നേരത്തെ പോലെ നമുക്ക് 1 to 1 ആയിട്ട് എടുക്കാം. അയ്യോ, 1 ചേച്ചി 1. അപ്പൊ 1 അല്ലേ ഇപ്പുറത്താ? ഓക്കെ, ആൾക്കുള്ള കാർഡുകൾ ഇപ്പോഴേ തരേണേ. ചേച്ചി ഇവിടെ എല്ലാവർക്കും അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യും. മണ്ടന്മാരെ പോലെ നിക്കല്ലേ, പ്ലാൻ ചെയ്യും. നീ കൊടുക്കണം. കണ്ട ചിരിച്ച് എല്ലാം അവന്റെ മോത് തെറിപ്പിക്കരുത് കേട്ടോ. ഈ ചെറുക്കന് സൗണ്ട് ഇല്ല, അവൻ കാറ്റാടി പോലെയാണ്. അക്കു ശ്വാസം വിടരുത്. പറയുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം എടുത്ത് വെക്കല്ലേ. എല്ലാരും കണ്ട പൗഡർ എടുക്കാൻ പോവേണേ. ഗെയിം എല്ലാവർക്കും മനസ്സിലായല്ലോ. അവസാനം കൂടുതൽ പൗഡർ ഉള്ള ജയിക്കും. അമ്മ എന്തെന്ന് വെച്ചാ പുട്ടുണ്ടാക്കണ. So guys, action start. ആരുടെയാണ് കൂടുതൽ? നമ്മള് ജയിച്ചു. ക്വാണ്ടിറ്റി അവസാനം അവൻ കുറച്ച് തിന്നതാണ്. അവരാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ ഗെയിം ഒന്നാമത്തെ ടീമാരാണ് ജയിച്ചേക്കണം. 1 സോറി, രണ്ടാമത്തെ ടീമാര്. ഇവരാണ് അവിടെ അടി ഗൈസ്. കൂട്ടത്തല്ല്, ഓണത്തല്ല് അവര്. ഓക്കെ, അങ്ങനെ നമ്മള്
സെക്കൻഡ് ടീം ജയിച്ച്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി ഇവർക്ക് ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ഇനി ഇവരുടെയൊക്കെ റിക്വസ്റ്റ് കാരണം ഓണത്തിന് കസേര കറക്കാൻ വേണം എന്നാണ് ഇവർ പറഞ്ഞേക്കണത്. ഓൾറെഡി ഇത് വേണ്ടാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി ആരെങ്കിലും മൂട് തല്ലിയൊക്കെ വീണു എന്തിനാണ് ഇനി ഇത് അങ്ങനെ ഇത് വയ്യ. നന്ദനക്കാണെങ്കിൽ ആ സൂചി അതുവഴി പോയി അവൾ നാളെപ്പറയൊക്കെ തച്ചിട്ട് വെച്ചേക്കണമെന്ന്. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ കസേരക്കളിയും കൂടെ കളിച്ചിട്ട് നമ്മുടെ ഓണക്കളികൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കസേരക്കളിയിലേക്ക് ആദിത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ കസേരക്കളികൾ തുടങ്ങാം. കസേര കറക്കാം. ബാ, അങ്ങനെ നമ്മൾ കസേര കറക്കത്തിന് റെഡിയായേ. ദാ ഇവരാണ് കസേര കറക്കത്തിന്റെ ടീം. ഒരാളുടെ വേണ്ടേ? നിങ്ങൾക്ക് ഒരു ഇതാണ്. നമ്മൾ ഓൾറെഡി കോമ്പറ്റീറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. മ്യൂസിക് ഞാൻ നടുക്ക് വയ്ക്കട്ടെ, നിങ്ങൾ കേൾക്കാൻ എളുപ്പത്തിൽ. നടുക്കോട്ട് വെച്ചോ. പറ്റിച്ച് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായിരിക്കും. അയ്യോ ആകാശ സത്യം. ഓക്കെ, അമ്മേരെ സന്തോഷം കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ അവര് നാത്തൂമാർ ഔട്ട്. നമ്മുടെ കുടുംബത്തോട് ഔട്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ അമ്മ, മാമി, എന്റെ അനിയത്തി. ഓക്കെ, സ്റ്റാർട്ട്. സന്തോഷം വേണ്ട ചേച്ചി ഔട്ടായാലും. അനാമിക, ഹരിത, അഞ്ജന, നന്ദന. ഓക്കെ, അങ്ങനെ ഇവന്റെ നന്ദന ഔട്ട്. അടുത്ത ടഫ് കോമ്പറ്റീഷൻ അഞ്ജനയും അനാമികയും ഹരിതയും. എല്ലാ കളിയിലും അസാധുവാകുന്ന ഹരിത ഔട്ട്. നെക്സ്റ്റ് രണ്ടുപേര് അഞ്ജനയും അനാമിക. ഇതിൽ ആരാണ് നോക്കാം അല്ലേ?
റൗണ്ടിന്റെ വിന്നർ അനാമിക ഔട്ടേ. ഇതിന്റെ വിന്നർ അഞ്ജനയാണ്. ഇനി ആണുങ്ങളുടെ കസേര ഇറക്കാം. എല്ലാരും മഴയാണ്, ഓണമഴയാണ്. നല്ല മഴ ഇവിടെ. പക്ഷെ നമ്മള് കളികൾ നിർത്തിവെക്കാൻ പ്ലാൻ ഇല്ല. ഇപ്പൊ എന്താ ആണുങ്ങളുടെ കസേര ഇറക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണേ. അപ്പൊ എല്ലാരും പൊസിഷനിൽ തുടങ്ങാൻ പോവേണേ. കാരണം ഞങ്ങൾ ആണുങ്ങളുടെ കസേരക്കളി ഞങ്ങളൊന്ന് കുറച്ച് മാറ്റി വെച്ചായിരുന്നു. കാലാവസ്ഥ ഭയങ്കര മഴ കൊണ്ട് എല്ലാവർക്കും ഒരു ഉറക്കം. മന്ദത മാറിയിട്ടില്ല. സോറി ഗൈസ്. അപ്പം നമ്മളിതാ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണേ. തുടങ്ങാം. അപ്പൊ എല്ലാരും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. എന്താ ബ്രോ? മാള് പറഞ്ഞു ഹുസൈൻ തോറ്റു വരുന്ന അതേണൊക്കെ അച്ചട്ടായിട്ട് വന്ന് മാത്രമേ ജീവിതത്തിൽ ജയിക്കാൻ ഇനി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കാശി ഔട്ടായി. കാശി ഔട്ടായ സ്ഥിതിക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പുട്ടൻ ചെരിപ്പൂടി പ്രൈസ് ഇല്ല. ഈ കളിയിൽ വിജയിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ കളിയും കാലേട്ടം പക്കയാണ്. തോറ്റവർക്ക് എല്ലാവർക്കും ഓരോ കസേര വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് മക്കളുണ്ട്. അതിന് ഞാനാണ് പാട്ട് വെത്തറ കസേര പറഞ്ഞു. അങ്ങനെ അക്കു തോറ്റു. നമുക്ക് ബാഷേരെ 4 പേരുടെ മത്സരം. എന്റെ ഹസ്ബൻഡ് അപ്പു, അബി, ആദിത്യൻ, നിവിൻ ഇവരുടെ 4 പേരുടെ കൊച്ചു പിള്ളേരുടെ ഒരു മുതുക്കൻ. 2 മുതുക്കന്മാര് മത്സരിക്കുകയാണ്. നിവിന് ഔട്ടായിരിക്കുന്നു. ഇനി 2 മുതുക്കന്മാരുടെ കുഞ്ഞു വാവ ഇത് ചെയ്യുന്നതാണ്. ഔട്ടായിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ ചിരിച്ചോണ്ട് ഓടി വന്നു. ഔട്ടെന്ന് പറഞ്ഞ്. ഇനി 2 മുതുക്കന്മാരുടെ ഒറ്റ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അങ്ങനെ
അങ്ങനെ ഗൈസ് കസേര കറക്കത്തിന്റെ വിജയം അഭി. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഓണ പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണ പരിപാടി? നല്ല ഓണപ്പരിപാടിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര അടിപൊളി ഒരുപാട് ഗെയിംസ് കളിച്ച് അത്തപ്പൂക്കളായിട്ട് അങ്ങനെ ഓവറോൾ ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. അപ്പൊ ഇനി ജയിച്ചവർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ ആദ്യത്തത് സുന്ദരിക്ക് പൊട്ടു തൊടലില് എത്രയോ സുന്ദരിമാർക്ക് പൊട്ടു തൊട്ട് കൊടുത്ത ഗോകുൽ ചേട്ടനെ നമുക്ക് വിളിക്കാം. ഗോകുൽ ചേട്ടൻ നടക്കെടുത്ത ചേട്ടന അപ്പോട്ടെ കൊടുക്കണം. അങ്ങനെ ഒരു ഉപഹാരം. മറ്റത് പറഞ്ഞുകൂടെ? എനിക്ക് പറയാറുണ്ട് ഡയറി മിൽക്ക് ചെറുതറിയുടെ ഒരു ഉപകാരം. ഉപഹാരം പിന്നെ പറയുമ്പോൾ ഓണപരിപാടി പരിപാടി അടിപൊളിയായിരുന്നു. എന്റെ ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കൊട്ടുതൊടാൻ പറ്റിയത്. ട്രെയിനിങ്. പിന്നെ ചേട്ടൻ നന്നായിട്ട് സാരിയും ഡ്രൈപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പം പെട്ടെന്നൊക്കെ ഡ്രൈപ്പ് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ ചേട്ടനാണ് അത്തം ഇട്ട് ഇത്രയും സൂപ്പർ ആക്കി തന്നത്. ഒരു കലാകാരനും ഇനി രണ്ടാമത്തത് ആപ്പിൾ കേച്ചിങ് മത്സരത്തിൽ സെക്കൻഡ് പെൺപടകൾ പടകളെ എല്ലാരും സോ ഗൈസ് നമുക്ക് ഈ പെൺപടകൾക്ക് അവർക്ക് മറ്റൊരു ഉപഹാരം. ഇനി പഴങ്കടൽ മത്സരത്തിൽ ഇതിൽ പങ്കെടുത്ത് വേണം എന്ന് പറഞ്ഞ അവസാനം ഞങ്ങൾ അവാർഡ് കൊടുക്കുന്ന പ്രൈസ് കൊടുക്കുന്ന 2 പേർക്ക് എന്റെ അമ്മ മാമി വേദിയിലോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. ഇവർക്കൊക്കെ സൂക്ഷിക്കണം കേട്ടല്ലേ, നാളെ ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കസേര കറക്കത്തിൽ വിജയിയായ പെൺ സുഹൃത്തും കൊറിയക്കാരുടെ മോഡലുമായ കോളേജിൽ കയറാത്തതുമായ എന്റെ കൂട്ടുകാരി അഞ്ജലിയെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അഞ്ജലിക്ക് എല്ലാവരും ഒരു ഹോയ് വിടും. ഓക്കെ, അങ്ങനെ അഞ്ജലിക്ക് വേറൊരു ഉപഹാരം. തോക്കും എന്ന് പറയുന്നിട്ട് അവസാനം ചതിച്ച് ജയിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത അഭിക്കും കസേര കറക്കത്തിൽ ആണുങ്ങളുടെ സെക്ഷനിൽ നിന്നും അഭിദേവ് പി. സോംബികളെ പോലെ എക്സ്പ്രഷൻ ഇടുന്ന അഭിക്ക് അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ആർക്കും ആരോഗ്യമില്ല, ടയേർഡായി. അപ്പൊ നിങ്ങള് അങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ച് പിന്നെ മുട്ടായൊക്കെ ഇട്ട് വായിക്കത്തൊക്കെ ഇട്ട് ഉരുത്തി നമ്മൾ ഈ പരിപാടി